ഗ്ലോറി ബി ടു ഗോഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ ദിവസം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹാവന്ദനങ്ങൾ. അത് ഇന്ന് പ്രഭാതത്തിലും അല്പസമയ ചിന്തയ്ക്ക് ആധാരമായി നമുക്കൊരു വേദഭാഗം വായിക്കാം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 20-ാം വചനം. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. പ്രീസല്ലോ. ഇവിടെ യേശു കർത്താവ് ആമേൻ സ്തോത്രം പരിശുദ്ധാത്മാവ് സഭകളോട് ദൂതറിയിക്കുമ്പോൾ ലവോദീക്കയിലെ സഭയുടെ ദൂതന് എഴുതുമ്പോൾ അപ്പോസ്തലനായ യോഹന്നാന് ദൈവം വെളിപ്പെടുത്തി കൊടുത്ത കാര്യം, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. നമ്മുടെ ഹൃദയവാതിൽക്കൽ നിന്ന് യേശു കർത്താവ് മുട്ടിക്കൊണ്ടിരിക്കുന്നു. ആരെങ്കിലും യേശുവിൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞ് ഹൃദയമാകുന്ന വാതിൽ യേശുവിന് വേണ്ടി തുറന്നു കൊടുക്കുകയാണെങ്കിൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും എന്ന് പറയുന്നത് പോലെ യേശുവും നാമുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കപ്പെടുവാനും ആ ബന്ധം നമ്മെ സ്വർഗരാജ്യത്തിലേക്ക് അവൻ ജയിച്ച് ജയാളിയായി യേശുവോടുകൂടെ യുഗായുഗങ്ങളായി വാഴുവാനും നമുക്ക് ഇടയായി തീരും. സ്തോത്രം. ഈ നാളുകളിൽ ആമേൻ സ്തോത്രം യേശു കർത്താവ് ഇന്നും നമ്മെ വിളിക്കുന്നു. സ്തോത്രം. ആമേൻ നമുക്ക് വേണ്ടിയാണ് യേശു കർത്താവ് തൻ്റെ വരവ് ആമേൻ സ്തോത്രം പിതാവായ ദൈവം താമസിപ്പിച്ചിരിക്കുന്നത് എന്ന് നാം വായിക്കുന്നു. സ്തോത്രം. എല്ലാവരും മാനസാന്തരപ്പെടണം എന്ന് ഇച്ഛിച്ചിട്ട് നമ്മോട് ദീർഘക്ഷമ കാണിച്ചുകൊണ്ടാണ് കർത്താവ് തൻ്റെ വരവിനെ താമസിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഓരോ നാളും ദൈവശബ്ദം കേൾക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും നമ്മെ തന്നെ നമ്മുടെ ഹൃദയങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കാം. യേശു കർത്താവ് നമ്മെ വിളിക്കുന്നു. യേശു കർത്താവ് നമ്മെ ക്ഷണിക്കുന്നു. അധ്വാനിക്കുന്ന ഒരു ഭാരം ചുമക്കുന്നവരായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് അറിയിച്ചിട്ട് കർത്താവ് ആമേൻ വളരെ അധ്വാനത്താൽ ആമേൻ സ്തോത്രം ഭാരപ്പെട്ട് വേദനിച്ച് അതുപോലെ നീതിമാന്മാരെ അല്ല പാപികളെ അത്രേ രക്ഷിപ്പാൻ വന്നതെന്ന വചനപ്രകാരം പാപഭാരത്തിലായിരിക്കുന്ന ആമേൻ ജനത്തെ രക്ഷിക്കുവാൻ ആമേൻ ഏത് പാപത്തിൽ ശാപത്തിൽ ഏത് പ്രതികൂല സാഹചര്യങ്ങൾ നമ്മെ വിടുവിക്കുവാൻ യേശുവിന് കഴിയും. എന്നാൽ യേശുവിൻ്റെ അടുക്കൽ കടന്നു വന്ന് യേശുവിൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞ് ആമേൻ യേശുവിനായി നമ്മുടെ ഹൃദയത്തെ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ വലിയ ദൈവപ്രവൃത്തികൾ വെളിപ്പെടുവാൻ ഇടയായിത്തീരും. അങ്ങനെയാണെങ്കിൽ അവൻ എന്നോടും ഞാൻ അവനോടും കൂടെ അത്താഴം കഴിക്കുമെന്ന് പറയുന്നു. സ്തോത്രം. ഇതിന് ഒരു ഉപമയുമായിട്ട് നാം താരതമ്യം ചെയ്ത് പഠിച്ചാൽ ലൂക്കോസ് എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിൽ അവിടെ നിന്ന് വായിക്കുന്ന പരീക്ഷ പ്രമാണികളിൽ ഒരുത്തൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിപ്പാൻ യേശുവിനെ ക്ഷണിക്കുന്നു. സ്തോത്രം. യേശു അവിടെ ചെല്ലുന്നു. അവിടെ ഇരുന്നപ്പോൾ യേശു ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കുകയും അവിടെ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു. എന്നാൽ അതിൻ്റെ 15 മുതലുള്ള വചനങ്ങൾ നാം വായിക്കുന്നു. യേശു അവിടെ ഒരാൾ യേശുവിനോട് ചോദിക്കുക, കൂടെ പന്തിയിരുന്നവരിൽ ഒരുത്തനത് കേട്ടിട്ട് ദൈവരാജ്യത്തിൽ ഭക്ഷണം കഴിക്കുന്നവൻ ഭാഗ്യവാനെന്ന് പറഞ്ഞു. അപ്പോൾ യേശു ഒരു ഉപമ പോലെ പറയുവാൻ തുടങ്ങി. സ്തോത്രം. 16-ാം വചനം. ഒരു മനുഷ്യൻ വലിയൊരു അത്താഴം ഒരുക്കി പലരെയും ക്ഷണിച്ചു. അത്താഴ സമയത്ത് അവൻ തൻ്റെ ദാസനെ അയച്ചു. ആ ക്ഷണിച്ചവരോട് എല്ലാം ഒരുങ്ങിയിരിക്കുന്നു, വരുവിനെന്ന് പറയിച്ചു. എല്ലാവരും ഒരുപോലെ ഒഴികഴിവ് പറഞ്ഞു തുടങ്ങി. സ്തോത്രം. അപ്പോൾ വലിയൊരു അത്താഴം ഒരുക്കി വെച്ചിട്ടുണ്ട്. അവൻ എല്ലാവരെയും അനേകരെ അതിനായി ക്ഷണിച്ചിട്ടുമുണ്ട്. പലരെയും ക്ഷണിച്ചു. സ്തോത്രം. എല്ലാം ഒരുങ്ങിക്കഴിഞ്ഞപ്പോൾ ക്ഷണിക്കപ്പെട്ടവരെ അവൻ വിളിക്കുവാൻ പറഞ്ഞയക്കുന്നു. അപ്പോൾ ആ തക്ക സമയത്ത് എല്ലാവരും ഒഴികഴിവ് പറഞ്ഞു മാറുന്നു. സ്തോത്രം. ഈ കാലഘട്ടം അങ്ങനെയാണ്. ഒരു വലിയൊരു അത്താഴം കുഞ്ഞാട്ടിൻ്റെ കല്യാണം വന്നുവല്ലോ. തൻ്റെ കാന്തയും തന്നെ ഒരുക്കിയിരിക്കുന്ന വചനം പോലെ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഒരു കല്യാണ സദ്യ ഒരു വിരുന്ന് സ്വർഗരാജ്യത്തിൽ യേശുവുമായി മണവാട്ടിയായ സഭയ്ക്ക് ഉണ്ട്. സ്തോത്രം. എന്നാൽ അതിന് സമയം അടുത്തു വന്നിരിക്കുന്നു. യേശു കർത്താവ് നമ്മെ വിളിക്കുന്നു. എന്നാൽ ആ സമയത്താണ് ഒഴികഴിവുകൾ പറയുന്നത്. എന്നാൽ അതേ അധ്യായം തന്നെ അതിൻ്റെ അവസാനം 24-ാം വചനത്തിൽ വായിക്കുന്നു, ആ ക്ഷണിച്ച പുരുഷന്മാർ ആരും എൻ്റെ അത്താഴം ആസ്വദിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്നാൽ ആസ്വദിച്ചത് ആരാണ്? 23-ാം വചനം. നീ പെരുവഴികളിലും വേലികൾക്കരികിലും പോയി എൻ്റെ വീട് നിറയേണ്ടതിന് കണ്ടവരെ അകത്തു വരുവാൻ നിർബന്ധിക്കുക. സ്തോത്രം.
ഈ ക്ഷണിക്കപ്പെട്ടവർ ഒഴിച്ചിട്ട് ബാക്കി സകലരെയും, ക്ഷണിക്കപ്പെട്ടവരെ മാറ്റിയിട്ട് ബാക്കി സകലരെയും അവൻ കണ്ടവരൊക്കെ അവൻ ഈ കല്യാണ സദ്യയ്ക്ക് പ്രവേശിപ്പിച്ചു. അവർ ആ അത്താഴം ആസ്വദിച്ചു. എന്നാൽ ക്ഷണിക്കപ്പെട്ടവർ ആരും അത് ആസ്വദിച്ചില്ല. സ്തോത്ര. കാരണം എല്ലാവരും ഒഴികഴിവുകൾ പറഞ്ഞ് മാറുവാൻ തുടങ്ങി. സ്തോത്ര. ഈ നാളുകളിൽ ഈ വചനം കേൾക്കുന്ന നാം ഓരോരുത്തരും ഇന്നും യേശു കർത്താവ് നമ്മെ വിളിക്കുന്നു, നമ്മെ ക്ഷണിക്കുന്നു. സ്തോത്രം. എന്നാൽ നാം ഒഴികഴിവുകൾ പറഞ്ഞ് മാറുന്നവരായിരുന്നാൽ നമുക്കൊരിക്കലും ആ കല്യാണ സദ്യയിൽ അത്താഴം, യേശുവുമായിട്ടുള്ള അത്താഴം ആസ്വദിക്കുവാൻ കഴിയത്തില്ല. യേശുവുമായിട്ടുള്ള ആ യുഗായുഗങ്ങളായിട്ടുള്ള ഒരു സന്തോഷം, നിത്യസന്തോഷം, നിത്യസ്വസ്ഥത, നിത്യസമാധാനം, നിത്യജീവൻ നമുക്ക് പ്രാപിക്കുവാൻ കഴിയുകയില്ല. ആയതിനാൽ സ്തോത്രം. ഈ സമയത്ത് ഇതാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. ഈ സമയത്ത് യേശുവിനായി നമ്മുടെ ഹൃദയങ്ങളെ സമർപ്പിക്കാം, നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം, നമ്മെ തന്നെ ദൈവകാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക. യേശുവിൻ്റെ ശബ്ദം കേട്ട് ഹൃദയവാതിൽ തുറന്ന് യേശുവിന് നമ്മുടെ ജീവിതത്തിൽ മുൻസ്ഥാനം കൊടുത്ത് സ്തോത്രം. ഒഴികഴിവുകൾ പറഞ്ഞ് മാറാതെ ഓരോ നാളും യേശുവിന് വേണ്ടി നിൽക്കുവാൻ, യേശുവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ, യേശുവിന് വേണ്ടി ജീവിക്കുവാൻ കർത്താവ് നമ്മേവരെയും സഹായിക്കുമാറാകട്ടെ. നിശ്ചയമായി ഈ വചനങ്ങളാൽ ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ആലോചനയ്ക്കായി സ്തോത്രം. ഈ വചനപ്രകാരം ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എപ്പോഴും യേശുവുമായിട്ടുള്ള ഒരു കർത്താവ് ആഴമായ കർത്താവേ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ബന്ധത്തിൽ തന്നെ ഞങ്ങളായിരിക്കാം ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ആ ബന്ധം ഞങ്ങളെ നിത്യതയോളം സ്വർഗരാജ്യത്തോളം കൊണ്ട് എത്തിക്കുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഈ നാളുകളിൽ യേശുവിനായി ഹൃദയവാതിൽ തുറന്ന് ഒഴികഴിവുകളൊന്നും പറഞ്ഞ് മാറാതെ കർത്താവേ, ഈ സമയത്ത് രക്ഷയ്ക്കായുള്ള സമയത്ത് കർത്താവേ തിരിച്ചറിഞ്ഞുകൊണ്ട് കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ മറയ്ക്കുന്നത് പോലെ നിന്നെ ചേർത്ത് കൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. ഈ നാളുകൾ മനസ്സോടെ യേശുവിനെ സേവിച്ച യേശുവിൻ്റെ പാത പിന്തുടർന്ന് അനുഗ്രഹം പ്രാപിപ്പാൻ കർത്താവ് ഞങ്ങളെല്ലാവരെയും സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം താഴ്ത്തുന്നു, സമർപ്പിക്കുന്നു. യേശുവിൻ്റെ വികാരമുള്ള നാമത്തിൽ ദൈവത്തോന്നി പ്രാർത്ഥന കേൾക്കണം സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. May God bless you.